to Diona Space. Let's do it. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീം. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രഷ് ക്രീം, കണ്ടൻസ് മിൽക്ക് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നല്ല സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾക്ക് 1.5 കപ്പ് മിൽക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ, 3/4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 8 ടേബിൾ സ്പൂൺസ് ഷുഗർ. സ്വീറ്റ്നെസ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടിയും ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കണം, ബിക്കോസ് അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കും. പിന്നെ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് കട്ട പിടിക്കുകയും ചെയ്യും. ഇത് നന്നായിട്ട് സ്റ്റിർ ചെയ്യണം, ബോയിൽ ആവണ വരെ. ഹാവ് പേഷ്യൻസ്. ഇത് പാകമായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് തിക്കാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടി മധുരം ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മാംഗോ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇനി ഇടും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് മാംഗോ സ്വീറ്റ്നെസ് കുറച്ചുകൂടി വേണമെങ്കിൽ. മിക്സ് ചൂടാകാൻ വെച്ച സമയത്ത് ഞാനിവിടെ 2 മാംഗോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അൽഫോൺസോ മാങ്ങയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ വേറെ ടൈപ്പ് കൊണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ഇത് തന്നെ ഇഷ്ടമായത്. പിന്നെ നമ്മൾക്കിത് ബ്ലെൻഡറിലോട്ട് ഇടാം. അപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ കൊതി ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കഴിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. മാംഗോ ബ്ലെൻഡ് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ച ആ മിക്സ് ഒഴിക്കാം. അപ്പൊ ഈ മിക്സ് നന്നായിട്ട് ചൂടാറണം, അല്ലെങ്കിൽ മാംഗോയ്ക്ക് ഒരു കുക്ക്ഡ് ടേസ്റ്റ് വരും. അത് ഐസ്ക്രീമിന് നല്ലതല്ല. അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇനി ഒരു പിഞ്ച് സോൾട്ട് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഇതിന് തിക്നെസ് കുറച്ച് കൂടുതലാണ്, ഇത്രയും തിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് 1/4 കപ്പ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സ്വീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഷുഗറും ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. മിക്സ് ഞാനൊരു കണ്ടെയ്നറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളിത് തിരിച്ച് പുറത്തോട്ട് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെ തന്നെ ഒരു 3 പ്രാവശ്യം ഫ്രീസറിൽ നിന്ന് എടുത്ത് ബ്ലെൻഡ് ചെയ്താൽ നമ്മുടെ മാംഗോ ഐസ്ക്രീം കുറച്ചുകൂടി ടേസ്റ്റിയും സ്മൂത്തും ആവും. അത് കഴിയുമ്പോൾ തിരിച്ച് ഇത് ഫ്രീസറിലോട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണം. ഓൾ ദ സ്റ്റെപ്സ് ആർ ഫിനിഷ്ഡ്. ഇനി നമ്മൾക്കിത് തുറന്നു നോക്കാം. അപ്പൊ ഇത് ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് 10 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂപ്പ് ചെയ്യണ സ്പൂൺ വാം വാട്ടറിൽ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ കുറെ വഴിയുണ്ട് ഇത് സ്കൂപ്പ് ചെയ്യാൻ. അപ്പൊ ഇനി നമ്മൾക്ക് ഇതൊന്ന് 10 മിനിറ്റ് പുറത്ത് വെക്കാം. ഹായ്, ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കഴിച്ചു നോക്കാം. Very delicious and creamy also. അപ്പൊ ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി തിന്നാം. അപ്പൊ നീ എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി തരുമോ? അതൊക്കെ ഞാൻ ചിന്തിക്കട്ടെ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഗുഡ് ബൈ. with